ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന ആ മരുന്നില്ലേ, ആ മരുന്നിൻ്റെ കവറാണ്. ഞാനും ഈ മരുന്നും തമ്മിൽ ഭയങ്കര ബന്ധമാണ് കേട്ടോ. ഞാനിവരെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ്. അപ്പോൾ ഞാൻ കളയാതെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാലോ, അങ്ങനെ ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നു. അപ്പോൾ ഇതുപോലെ മരുന്നിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഒന്ന് നിവർത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഓരോ ഇതളുണ്ടല്ലോ, ആ ഇതളിൻ്റെ പാറ്റേണിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെയാണ് അബദ്ധം പറ്റിപ്പോയത്. ഫെവിക്കോളിന് പകരം ഗ്ലൂഗൺ ആണെങ്കിൽ അത് നന്നായി പെട്ടെന്ന് തന്നെ ഒട്ടിയിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാം. ഞാൻ ഒട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒട്ടിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയാസ് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ്. അപ്പോൾ അത് ഇതിലോട്ട് ഒട്ടിച്ചപ്പോൾ എന്തുമാത്രം എൻ്റെ ലുക്ക് തന്നെ മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ കുപ്പിയിലോട്ടായപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നോക്കിയേ. അങ്ങനെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അതിന് കളർ അടിച്ചു കൊടുക്കണം. ഞാൻ ഇത് പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യെല്ലോ, റെഡ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തത് കൊണ്ടാവാം അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാത്തത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ പെയിൻ്റടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പൂവിൻ്റെ നടുക്കായിട്ട് ഓരോ മുത്ത് വീതം വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.